മുൻ DCC അധ്യക്ഷൻ പാലോട് രവി ഇപ്പോൾ എൻ ശക്തന് താൽക്കാലിക DCC അധ്യക്ഷന്റെ ചുമതല കൈമാറിയിരിക്കുകയാണ്. ആ ചടങ്ങ് പൂർത്തിയായിട്ടുണ്ട്. DCC ഓഫീസിലെ ഈ പ്രസിഡന്റിന്റെ മുറിയിൽ വെച്ചാണ് ഈ ചടങ്ങ് നടക്കുന്നത്. ഈ മുറിയിൽ ഇപ്പോൾ നിരവധി പ്രവർത്തകർ, കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. ഒരുപക്ഷെ ഒരു മാസത്തിനകം നടക്കുന്ന പുനഃസംഘടനയിൽ വലിയ ആഘോഷമായി തന്നെ ഒരു പുതിയ DCC അധ്യക്ഷന്റെ സ്ഥാനാരോഹണം നടക്കേണ്ടതായിരുന്നു. അതിനിടയിലാണ് ഈ വിവാദ ഫോൺ സംഭാഷണവും അതിനെ തുടർന്ന് ഇപ്പോൾ പാലോട് രവി എൻ ശക്തനെ ആശ്ലേഷിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഈ വിഷയത്തിന് ശേഷം പാലോട് രവി ഏതെങ്കിലും നിലയിൽ മാധ്യമങ്ങളുമായി സംസാരിച്ചിട്ടില്ല. മാധ്യമപ്രവർത്തകരോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്നുള്ളതാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. നേരത്തെ നമ്മൾ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിനായി ഈ വിഷയത്തിന് ശേഷം, രാജിക്ക് ശേഷം പലതവണ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയിരുന്നെങ്കിലും അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് അറിയിച്ചിരുന്നത്. പൊതുപരിപാടികളിൽ നിന്നും 2 ദിവസം വിട്ടുനിൽക്കുകയായിരുന്നു. ഇന്ന് രാവിലെ മുതൽ പാലോട് രവി സജീവമായി പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. രാവിലെ പോത്തൻകോട് ഒരു പരിപാടിയിൽ പോയി. അതിന് പിന്നാലെയാണ് ഈ പരിപാടിയിലേക്ക് DCC അധ്യക്ഷനെ പുതുതായി എൻ ശക്തൻ ചുമതല ഏറ്റെടുക്കുന്ന ചടങ്ങിലേക്ക് എത്തിയത്. ഇപ്പോഴെന്തായാലും പ്രവർത്തകർ എൻ ശക്തനെ ഷാൾ അണിയിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ വരികയും ചെയ്യുന്നുണ്ട്. മുൻ മന്ത്രിയാണ്, മുൻ സ്പീക്കറാണ്, മുൻപ് DCCയുടെ ട്രഷററായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അതിനു മുൻപ് KPCCയിലും AICCയിലും അംഗമായി പ്രവർത്തിച്ചിട്ടുണ്ട് എൻ ശക്തനെ സംബന്ധിച്ചിടത്തോളം ജില്ലയിലെ കോൺഗ്രസിന് ഇനിയിപ്പോൾ താൽക്കാലിക ചുമതലയാണെങ്കിൽ പോലും വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. പ്രത്യേകിച്ചും വലിയ വിഭാഗീയത ഈ പാർട്ടിയിലെ പല മേഖലകളിലായി നിൽക്കുന്ന സാഹചര്യത്തിൽ DCC അധ്യക്ഷൻ നേരിടാൻ പോകുന്നത് വലിയ വെല്ലുവിളി